ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ IPOയുടെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സമറൈസ് ചെയ്ത് നോക്കിയാലോ. നമുക്ക് 10.15 ലക്ഷം കോടി രൂപയുടെ AUM അവർ മാനേജ് ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെ കമ്പനിയാണ്. ഒന്നാമത്തെ ഏതാണ്? SBIയുടെ ആണ്. 11.99 ലക്ഷം കോടി രൂപയാണ് SBI മ്യൂച്വൽ ഫണ്ട് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കമ്പനീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ICICI പ്രൊഡൻഷ്യൽ ഗ്രൂപ്പിനെ നോക്കുകയാണെങ്കിൽ 51% ICICI ബാങ്കിൻ്റെയും 49% പ്രൊഡൻഷ്യൽ ഗ്രൂപ്പിൻ്റെയാണ്. ഈ 49%-ൽ നിന്ന് 10%-മാണ് പ്രൊഡൻഷ്യൽ ഗ്രൂപ്പ് ഇപ്പം ഓഫർ ഫോർ സെയിലായിട്ട് വെച്ചിരിക്കുന്നത്. ICICI പ്രൊഡൻഷ്യൽ AMCയുടെ മാർക്കറ്റ് ക്യാപ്പിൽ നോക്കുകയാണെങ്കിൽ 1,07,00,000 രൂപ, 1,07,000 സംതിങ് കോടി രൂപയുടെ വലിയൊരു മാർക്കറ്റ് ക്യാപ്പിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ICICIയുടെ ബ്രാൻഡ് നെയിം ബ്രാഞ്ചസ് ഉണ്ട്. ബ്രാൻഡ് ഉപയോഗിച്ചിട്ടാണ് പ്രൊഡൻഷ്യൽ ഗ്രൂപ്പിന് ഇത്ര നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിച്ചത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് എത്രയാണ്? 1993. വളരെ പഴക്കമുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ AMCകൾ നോക്കുകയാണെങ്കിൽ SBI, ICICI, HDFC, നിപ്പോൺ, കൊട്ടക് എല്ലായിടത്തും നമുക്ക് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഗ്രൂപ്പുകളായതുകൊണ്ട് തന്നെ അവിടെ നല്ലൊരു ഗ്രോത്ത് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ അത് രണ്ടാമത്തെ തന്നെ ICICI പ്രൊഡൻഷ്യൽ ഗ്രൂപ്പിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഈ ഒരു കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് 10 IPO, ഈ ഇടയ്ക്കുണ്ടായ ടോപ്പ് 10 IPOകൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു IPO ആണ്. കാരണം 10,000 കോടി രൂപ, 10,600 കോടി രൂപയാണ് ഓഫർ ഫോർ സെയിലായിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിമേഷ് വിപിൻ ബാബു ഷാ എന്ന് പറഞ്ഞ ആളാണ് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO. വളരെ വലിയൊരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നുണ്ട്. ശങ്കരനാരായണൻ എന്നയാളാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് ചീഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ. ഇവിടെയും വളരെ വലിയൊരു ഫിനാൻസ് എക്സ്പീരിയൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സെക്ടറിന്റെ ഗ്രോത്ത്, CAGR ഗ്രോത്ത് ഇതുവരെ 18%, ഫ്യൂച്ചറിലേക്കും 16 to 18% നല്ലൊരു ഗ്രോത്ത് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ടോട്ടലായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന വരുമാനം എവിടെയാണ്? മ്യൂച്വൽ ഫണ്ടുകളും ഡെപ്റ്റ് ETF-കളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന എക്സ്പെൻസ് റേഷ്യോ ആണ് അവരുടെ ഏറ്റവും കൂടുതലുള്ള വരുമാനം. ആൾട്ടർനേറ്റീവ് AUM വളരെ കുറവാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ നല്ലൊരു ഗ്രോത്ത്, കഴിഞ്ഞ ഹാഫ് ഇയർ ക്വാർട്ടറും ഈ ഒരു ഹാഫ് ഇയർ ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ അവിടെയും നല്ലൊരു ഗ്രോത്ത്. അതുപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ, അതുപോലെ തന്നെ ഹാഫ് ഇയർ കഴിഞ്ഞ വർഷത്തെ ഹാഫ് ഇയറും ഈ വർഷത്തെ സെപ്റ്റംബർ ഹാഫ് ഇയറും തമ്മിൽ നോക്കുകയാണെങ്കിൽ അവിടെ നല്ലൊരു ഗ്രോത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ റവന്യൂവിൽ നല്ലൊരു പെർസെൻറ്റേജ് തന്നെ പ്രോഫിറ്റ് ആയിട്ട് 50%-ലധികം പ്രോഫിറ്റ് ഈ ഒരു കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. വലിയ AMC തൊട്ട് ചെറിയ AMC വരെ അവിടെ നല്ലൊരു CAGR ഗ്രോത്ത് നമുക്ക് ICICI പ്രൊഡൻഷ്യൽ AMCയുടെ 32% ഗ്രോത്ത് ഇയർ ഓൺ ഇയർ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 2-ൽ AUM-ൽ ഇവർ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു P റേഷ്യോയിലാണ് ഈ ഒരു കമ്പനി ലിസ്റ്റ് ആകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ലിസ്റ്റിംഗ് ഗെയിൻ നമുക്ക് അപ്രോക്സിമേറ്റ് വലിയ ലിസ്റ്റിംഗ് ഗെയിൻ പ്രതീക്ഷിക്കണമെന്നില്ല. എങ്കിലും ഫ്യൂച്ചറിൽ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ പൊട്ടൻഷ്യലും പവറും ഉള്ള ഒരു കമ്പനിയായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നു. ഇത് ടോട്ടലായിട്ടൊരു ഷോർട്ടായിട്ടൊരു സമ്മറൈസ്ഡ് വ്യൂ ആണ് കാണിച്ചത്. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആണെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.